മാധ്യമങ്ങൾ എന്ത് ചർച്ച ചെയ്യണം, ഏത് വിഷയം തിരഞ്ഞെടുക്കണം, ആരെ ചർച്ചയ്ക്ക് വിളിക്കണമെന്നൊക്കെ ഇനി മുതൽ AKG സെന്ററിൽ നിന്നാവും അറിയിപ്പുണ്ടാവുക. കേരളം ചർച്ച ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടം വിഷയം മാത്രമാണെന്നാണ് സഖാക്കന്മാരുടെ തീരുമാനം. ഏതെങ്കിലും ചാനൽ ചർച്ചകളിൽ രാഹുൽ വിഷയമല്ലാതെ മറ്റെന്തെങ്കിലും വിഷയം ചർച്ചയ്ക്കെടുത്താൽ പരിപാടിയിൽ പങ്കെടുക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് സഖാക്കൾ ഒഴിഞ്ഞുമാറും. പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ പ്രൈം ടൈം വിഷയം ശബരിമലയാണെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ CPM പ്രതിനിധികളെ ചാനൽ സ്റ്റുഡിയോയിൽ മഷിയിട്ട് നോക്കിയാലും കാണാൻ കിട്ടില്ല. ഇനി മുതൽ ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് സഖാക്കൾ നൽകുന്ന സമവാക്യം ഇതാണ്: മാധ്യമങ്ങൾ എന്ത് വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കണം, ചർച്ചയിൽ പങ്കെടുക്കാൻ ആരെയൊക്കെ ക്ഷണിക്കണം എന്നൊക്കെ പാർട്ടി ഓഫീസുകളിൽ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ തരും. അതനുസരിച്ച് മാത്രം ഇവിടെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചാൽ മതി. പക്ഷേ CPMന്റെ കള്ളത്തരങ്ങൾക്ക് മുൻപിൽ മുട്ടുമടക്കാത്ത മാധ്യമങ്ങളും കേരളത്തിലുണ്ടെന്ന് പലപ്പോഴും അവർ മറക്കുന്നു. മനോരമ ചാനലിൽ കഴിഞ്ഞ ദിവസത്തെ പ്രൈം ടൈം ചാനൽ ചർച്ചയുടെ വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടതായിരുന്നു. പതിവ് പോലെ ചർച്ചയിൽ പങ്കെടുക്കാൻ CPM പ്രതിനിധികളെയും ക്ഷണിച്ചു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാത്രമേ ചർച്ചയ്ക്ക് എടുക്കാവൂ, അല്ലാത്ത പക്ഷം പാർട്ടിയിൽ നിന്നും ആരും ചർച്ചയ്ക്ക് പങ്കെടുക്കില്ല എന്നാണ് മറുപടി ലഭിച്ചത്. സഖാക്കന്മാരുടെ സൗകര്യത്തിനല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറയാതെ പറഞ്ഞാണ് മാധ്യമപ്രവർത്തക നിഷ അന്നത്തെ ഷോ ആരംഭിച്ചത്. നിങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന വിഷയം തന്നെ ഞങ്ങൾ ചർച്ചയ്ക്കെടുക്കും, മറ്റു വിഷയങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കണ്ട എന്നാണ് മനോരമ പറയാൻ ശ്രമിച്ചതും. ശബരിമല വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ CPM പ്രതിനിധികൾ വരാതിരുന്നത് വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടാൽ പാർട്ടിക്കോ അതിലെ നേതാക്കളോ പിടിക്കപ്പെടുമെന്ന ഭയമാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം രാഹുൽ വിവാദത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നതിന്റെ പ്രധാന കാരണം വിഷയത്തിന് പിന്നിൽ CPMന്റെ കറുത്ത കരങ്ങളായതുകൊണ്ടാണെന്നും വിമർശകർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. മാസങ്ങളായി യാതൊരു നീക്കുപോക്കും ഇല്ലാതിരുന്ന രാഹുൽ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തന്നെ വിഷയം വിവാദമാക്കാനുള്ള CPMന്റെ നീക്കം പൊതുജന ശ്രദ്ധ ശബരിമല കേസിൽ നിന്നും തിരിച്ചുവിടാനുള്ള ശ്രമമായാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ കാണുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സുപ്രധാന വിഷയങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ CPM കുടുങ്ങുമോ എന്ന ഭയത്തിലാണ് രാഹുൽ വിവാദത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നതെന്ന ആക്ഷേപവും ശക്തമാണ്. എന്തായാലും സഖാക്കൾക്കുള്ള നിഷയുടെ മറുപടി വീഡിയോ കൂടി ചേർക്കുന്നു. ഇന്ന് അതിഥികളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പ്രേക്ഷകരോട് പറയാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ചർച്ചയ്ക്കെടുക്കാത്തതിനാൽ CPM ഇന്നത്തെ ശബരിമല ചർച്ചയിലേക്ക് പ്രതിനിധികളെ അയക്കില്ല എന്ന് പാർട്ടി അറിയിച്ചു. മാധ്യമങ്ങൾ എന്ത് ചർച്ച ചെയ്യണം, ഏത് വിഷയമെടുക്കണം, ആരെ ചർച്ചയ്ക്ക് വിളിക്കണം എന്നൊക്കെ രാഷ്ട്രീയ പാർട്ടി ഓഫീസുകളിൽ നിന്നും സർക്കാരുകളിൽ നിന്നും നിർദ്ദേശങ്ങൾ വന്നു തുടങ്ങുന്ന കാലമാണോ CPM ആഗ്രഹിക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിലേതെന്ന് ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തീരുമാനിക്കട്ടെ.